എന്നാൽ ഡൽഹി ഗവൺമെന്റിന് പെട്ടെന്നായിരുന്നു ബോധോദയമുണ്ടായത്. ഇപ്പോൾ ഈ പോളിസിയെ ഗവൺമെന്റ് ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. പലർക്കും ഈ സംഭവത്തെ ലേറ്റായ ഡിസിഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ മുഴുവനും സംസാര വിഷയമായി തീർന്ന ഡൽഹി ഫ്യൂൽ ബാൻ ഇഷ്യൂ എങ്ങനെയാണ് സ്റ്റാർട്ടായത്, ഗവൺമെന്റ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം എന്തുകൊണ്ടാണ് ഡൽഹി ബാൻ സിറ്റുവേഷനിലേക്ക് വന്നത് എന്ന് നോക്കാം. എക്സസീവായ എയർ പൊല്യൂഷൻ. ഇത് ഡൽഹിയിൽ PM 2.5 ലെവൽസിലാണ് ഉള്ളത്. ഇത് 10 തുടങ്ങി 15% വരേക്കും WHO സേഫ് ലിമിറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. വിന്ററിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് സിവിയർ ആയിരിക്കും. 400 to 500 പ്ലസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കാരണം കൊണ്ട് തന്നെ ഡൽഹിയിലെ ജനങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയിലേക്കും എത്തിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളുമൊക്കെ ഷട്ട് ഡൌൺ ചെയ്യേണ്ട അവസ്ഥയിലേക്കും അതുകൊണ്ടെത്തിച്ചു. ഈ അവസ്ഥയെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒരു 10 സിഗരറ്റ് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നതിന് തുല്യമായിരിക്കും അവിടുത്തെ അവസ്ഥ.